ഹലോ കൂട്ടുകാരെ, സ്പിരിച്വൽ അവേക്കനിങ് പ്രോസസ്സിൽ ഡിപ്രഷനെ എങ്ങനെ മറികടക്കാമെന്ന് മനസ്സിലാക്കാം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ട്വിൻ ഫ്ലെയിംസിന് മാത്രം ഉള്ളതല്ല. സ്പിരിച്വൽ അവേക്കനിങ്ങിലൂടെ കടന്നു പോകുന്ന ആർക്കും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ചുറ്റുപാടിൽ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഡിപ്രഷൻ എന്നുള്ളത്. കാരണം പലപ്പോഴും മെസ്സേജുകൾ, വാട്സപ്പ് മെസ്സേജുകളായിട്ട് വരാറുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു, ഡിപ്രഷൻ തോന്നുന്നു, ഡെസ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ റീസൺസ് മാക്സിമം വരുന്നത് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് തന്നെയാണ്. ട്വിൻ ഫ്ലെയിം ജേർണി എന്നൊക്കെ പറയുമ്പോൾ ഒരു സെപ്പറേഷൻ വരുമ്പോൾ ആ ഒരു നമ്മളുടെ ഒരു സോൾ, നമ്മുടെ ഒരു ആത്മാവ് ഉള്ളിൽ നിന്നും എവിടെയോ പോയി എന്നുള്ള അത്രയും വേദനയായിരിക്കും. അതല്ലാതെയും പല റിലേഷൻസിലും ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് കൊണ്ട് പെട്ടെന്ന് അവിടെ ഒരു സെപ്പറേഷൻ വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. അതല്ലാതെ പലപ്പോഴും നമ്മുടെ ഫാമിലിയിലുള്ളവർ നമ്മളെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ മണി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എത്ര ശ്രമിച്ചിട്ടും മാറുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനെ ഒരു ഫേസ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്, ചെയ്യുന്നു. അപ്പോൾ ഡിപ്രഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഡിപ്രഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ആ ഒരു പോയിന്റിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഡിപ്രഷൻ ഓൾറെഡി നമ്മളുടെ ഉള്ളിലുള്ള കാര്യം തന്നെയാണ്. അതായത് ആ ഒരു ഇൻസിഡൻറ്റ് കൊണ്ട് മേ ബി ഒരാൾ പെട്ടെന്ന് ആ ഒരു റിലേഷൻഷിപ്പ് തകർന്നതുകൊണ്ടോ, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേർണിയിലൊക്കെ ആണെങ്കിൽ ഒരു സെപ്പറേഷൻ വന്നത് കൊണ്ടോ, സ്പിരിച്വൽ ജേർണീസിൽ പലതരത്തിലുള്ള സോൾ ഷോക്സ് വന്നത് കൊണ്ടോ നമുക്ക് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് വരുന്ന ഒരു കാര്യമല്ല ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ഓൾറെഡി അതിൻ്റെ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് കിടപ്പുണ്ടായിരിക്കും. കുഞ്ഞിലെ തൊട്ടേ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ കടന്നു പോയ ജീവിതയാത്രയിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കിട്ടിയ ചെറുതാവാം വലുതാവാം ആയിട്ടുള്ള വേദനകൾ നമ്മൾ അങ്ങനെ തന്നെ ഒരു ഹാർഡ് ഡിസ്കിലൊക്കെ സൂക്ഷിക്കുന്ന പോലെ സൂക്ഷിച്ച് അതങ്ങ് പഴകി റൂട്ട് കോസ് അറിയാതെ അവിടെ കിടക്കുന്നതിൻ്റെ ഒരു പ്രശ്നം. അതായത് ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്ക് സ്ട്രെയിറ്റ് അവേ അവിടെ പോയി ഹിറ്റ് ആകുമ്പോഴാണ് നമുക്ക് ഡിപ്രഷൻ ഉണ്ട്, നമുക്ക് ലോൺലിനെസ് ഉണ്ട് എന്നൊക്കെയും നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ ഇനിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ, മാക്സിമം റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉദാഹരണമായിട്ട് എടുത്താൽ, ഈ ഒരാൾ നമ്മളുടെ ലൈഫിൽ നിന്ന് ഓൾറെഡി പോയി കഴിഞ്ഞു എന്നുള്ള കാര്യത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഇത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മടി, അതായത് അവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നു, ഇതെങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ ഇവർക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് ഈഗോ ബേസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. യെസ്, അത് സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ അക്സെപ്റ്റൻസിലേക്ക് വരണമെങ്കിൽ നമുക്കവിടെ വേദന ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും ഓർമ്മ വരും, അല്ലേ? അപ്പോൾ ഇവിടെ എല്ലാവരും, നമ്മളൊക്കെയും ചെയ്യുന്ന ഒരു തെറ്റെന്താന്ന് പറഞ്ഞാൽ, ഈ വേദന വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു കാര്യത്തെ മറക്കാനായിട്ട് ഇനി പല കാര്യങ്ങളിലേക്ക്, പല ജോലികളിലേക്കൊക്കെ നമ്മൾ ബിസി ആയിട്ട് തിരക്കിലേക്ക് അങ്ങ് പോകാനായിട്ട് ട്രൈ ചെയ്യും. എന്നാൽ ഈ ഒരു മുറിവ് അവിടെ കിടപ്പുണ്ട്, കുഞ്ഞിലെ തൊട്ട്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കിട്ടിയ മുറിവ്, അതിന് മുകളിൽ പിന്നെയും നമ്മൾക്കൊരു ഷോക്ക് കിട്ടുമ്പോൾ അത് പിന്നെയും അത്രയും അഗാധത്തിൽ അവിടെ കിടക്കുന്ന ആ മുറിവ് പകലൊക്കെ നമ്മൾ ബിസി ആയിട്ടിരിക്കുമ്പോൾ മേ ബി നമ്മൾ ആ ഇമോഷനെ ഡൈവേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ രാത്രി കിടക്കാൻ നേരം അത് പിന്നെയും പോപ്പപ്പ് ആയിട്ട് വരും. അതുകൊണ്ടാണ് നമുക്ക് ഉറക്കമൊന്നും വരാത്തത്. അപ്പോൾ ഇതിനെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ആദ്യം ആ ഒരു കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യുക, ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആ വരുന്ന വേദനയെ, ആ വരുന്ന ഇമോഷൻസിനെ അതിൻ്റെ കൂടെ ഇരുന്നിട്ട് ഫീൽ ചെയ്യുക. പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, വീട്ടിലൊക്കെ നമ്മൾ ആരെങ്കിലും കാണും, അല്ലെങ്കിൽ റോഡിലൂടെ നടക്കുമ്പം കരയരുത്, ആരുടെയും മുമ്പിൽ കരയരുതെന്നൊക്കെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് അതായത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഇമോഷനെ നമ്മൾ സപ്രസ് ചെയ്തിട്ട് പിന്നെയും നമ്മൾ ചതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇമോഷൻസിൻ്റെ കൂടെ ഇരുന്ന് അതിനെ ഫീൽ ആകുക, റിലീസ് ചെയ്യുക. ഇത് മേ ബി കുറച്ച് ദിവസങ്ങൾ തൊട്ട് കുറച്ച് ആഴ്ചകൾ, കുറച്ച് മാസങ്ങളോളം വേണ്ടി വരും. ആ റിലേഷൻഷിപ്പ് എത്രത്തോളം നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായിരുന്നോ അതിൻ്റെ അനുസരിച്ച്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫീൽ ആവാൻ തുടങ്ങിക്കഴിയുമ്പോൾ
നമ്മൾക്ക് ആ റൂട്ട് കോസിലേക്ക് ചെന്നെത്തപ്പെട്ട് ആ ഒരു കാര്യത്തെയും കൂടെ നമുക്ക് ഹീലാക്കാനായിട്ട് പറ്റും. അടുത്തതായിട്ട് ഹീലാക്കിക്കൊണ്ട് വരുന്ന സമയത്ത് തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ, മേ ബി അത് നോർമൽ ഒരു കാർമിക് കണക്ഷൻ ആയിരിക്കാം. ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. എങ്കിലും ട്വിൻ ഫ്ലെയിം പോലും ആയിരിക്കാം. നമുക്കവിടെ മാപ്പ് കൊടുക്കാൻ പറ്റാറില്ല പലപ്പോഴും. ആ ആളോട് ഫൊർഗീവ് ചെയ്യുക. കാരണം അവർ തന്ന ഒരു ഷോക്ക് കൊണ്ടാണ് നമ്മൾ ആ റൂട്ട് കോസിലേക്ക് കണക്ട് ചെയ്ത് നമ്മളെ ഹീലാക്കാൻ ആക്ച്വലി ഒരു ഹെൽപ്പ് ചെയ്യായിരുന്നു. അതിന് താങ്ക്ഫുള്ളായിട്ട് അവർക്ക് ഫൊർഗീവ്നെസ് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ നമ്മളുടെ സെൽഫ് ലവിലേക്ക് വരും. അതായത് നമ്മളുടെ സെൽഫ് റെസ്പെക്റ്റ്, നമ്മുടെ സെൽഫ് വർത്തിനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു സെൽഫ് ലവ് എന്ന ഒരു കാര്യത്തിലേക്ക്, നമ്മൾക്ക് നമ്മൾ മതി എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ആ ലോൺലിനെസ്, അതായത് ഒറ്റപ്പെടലിൽ നിന്നും സോളിറ്റ്യൂഡിലേക്ക് നമുക്ക് വരാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ പലപ്പോഴും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ അവസ്ഥയിലിരിക്കുമ്പോൾ സാഡ് സോങ്സ് ഒത്തിരി കേൾക്കാറുണ്ട്. ഇതൊരിക്കലും നമ്മളുടെ എനർജീനെ ബൂസ്റ്റ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് കുറച്ച് നാളത്തേക്ക് നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് കേൾക്കുന്ന സോങ്സ് കാണും. അത് ഈവൻ നമ്മൾക്ക് ആ ഓപ്പോസിറ്റ് നിന്ന ആൾ അയച്ചു തന്ന സോങ്സ് ആയിരിക്കാം. അങ്ങനെയൊക്കെയുള്ള സോങ്സിനെ കുറച്ച് നാളത്തേക്ക് അവോയ്ഡ് ചെയ്യുക. ആ പ്ലേലിസ്റ്റ് തന്നെ ഡിലീറ്റ് ചെയ്യുക. അതല്ല എങ്കിൽ യൂട്യൂബിലൊക്കെ കേൾക്കുന്നതാണെങ്കിൽ ആ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു ഡിറ്റാച്ച് ആയിട്ട് കുറച്ച് ഒന്ന് നമ്മളുടെ ഹാപ്പി ഹോർമോൺസിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സോങ്സ് ഉണ്ട്. അതായത് മോട്ടിവേഷണൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സെൽഫ് ലവ് റിലേറ്റഡ് സോങ്സ് ഒക്കെയും നിങ്ങൾക്ക് അത്രയധികം കേൾക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു വഴിയിലേക്ക് പോകാവുന്നതാണ്. പതുക്കെ പതുക്കെ നമ്മളുടെ ആ ഒരു ഡാർക്ക് സൈഡ്, അതായത് നമ്മുടെ ആ ഒരു ഡാർക്ക് ഇമോഷൻസിനെ റിലീസ് ചെയ്തുകൊണ്ട് വരുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ എത്ര വർത്താണ് എന്നുള്ളത്. അടുത്തതായിട്ട് ഡിപ്രഷൻ്റെ മെയിൻ റീസൺ മണി ബ്ലോക്ക് ആയിരിക്കും പലരുടെയും ലൈഫിൽ. മണി ബ്ലോക്ക് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് മേജറായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഇതിന് നമ്മൾ എവിടെയാണ് കുഞ്ഞിലെ തൊട്ട് ലിമിറ്റഡ് ബിലീഫ് നമ്മൾ വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതിനെ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് കുഞ്ഞിലെ തൊട്ട് നമ്മൾ കേട്ട് വളർന്ന പല കാര്യങ്ങളും സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ എടുത്തിട്ട് നമ്മൾ ലിമിറ്റഡ് ആക്കും. നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെയൊക്കെയും ലിമിറ്റഡ് ആക്കിയിട്ട് നമ്മൾ പിന്നെയും അതേ സൈക്കിളിൽ, അതേ ലൂപ്പിൽ ഇരിക്കും. ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം പ്രശ്നം വരുന്നത് ഫൈനാൻസിലാണ്. കാരണം നമ്മുടെ പാത്തിന്, നമ്മുടെ പർപ്പസിന് അനുയോജിക്കാത്ത എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നിന്നും എടുത്തു മാറ്റപ്പെട്ടും. അത് ഡിവൈൻലി ഗൈഡഡ് ജേർണിയാണ്, അത് മനസ്സിലാക്കുക. അപ്പോൾ ജോലി പോയി അല്ലെങ്കിൽ ഫൈനാൻസ് സ്റ്റേബിൾ അല്ല എന്നതിലും കൂടുതൽ ഇന്നർ വർക്കിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ പാത്തിന് അനുയോജ്യമായ കാര്യങ്ങളെ നമ്മൾ അട്രാക്റ്റ് ചെയ്യുകയും നമ്മൾ അതിലൂടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് തീർച്ചയായിട്ടും വരികയും ചെയ്യും. പിന്നെ പലരും ഡിപ്രഷൻ ഉള്ളപ്പം ശ്രമിക്കുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട്. ഒരിക്കലും മെഡിറ്റേഷൻ ആ സമയത്ത് ചെയ്യാൻ പറ്റില്ല. കാരണം ആങ്സൈറ്റി ഇഷ്യൂസ് കാണും. ഹാർട്ട് പൾപിറ്റേഷനൊക്കെ അങ്ങേറ്റത്തെ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന അവസ്ഥ ആയതുകൊണ്ട് തന്നെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പിന്നെയും നമ്മൾക്ക് ഈ ഒരു വൂണ്ടായിരിക്കും നമ്മളുടെ സർഫേസിൽ വരുന്നത്. ആ സമയത്ത് മെഡിറ്റേഷൻ ചെയ്യുന്നതിലും ഭേദം നമ്മളുടെ ആ ഒരു ഇമോഷൻസിന് വാലിഡേഷൻ കൊടുത്തിട്ട് റിലീസ് ചെയ്ത് നമ്മൾ സെൽഫ് ലവിലേക്ക് വരാനായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുക എന്നുള്ളത് തന്നെയാണ്. അതല്ലാതെ കൂടുതലായിട്ട് നേച്ചറിൽ സമയം സ്പെൻഡ് ചെയ്യുന്നതും നമുക്ക് ഈ ഒരു പാർട്ടിനെ, ഒരു ഡിപ്രഷൻ സ്റ്റേജിനെ ഹീലാക്കാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുള്ളാണ്. എന്നാൽ സ്റ്റിൽ നമ്മൾക്ക് ആ ഒരു സ്റ്റേജിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ക്വാളിഫൈഡ് ഡോക്ടറിനെ കൺസൾട്ടൻസി എടുക്കാവുന്നതാണ്. എന്നാൽ സ്പിരിച്വൽ അവേക്കനിങ്ങിലുള്ളവർക്ക് അത് അത്രയധികം വർക്കൗട്ട് ആവാറില്ല. കാരണം അവർ സ്പിരിച്വലി ഗ്രോ ആവാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പതുക്കെ നമ്മളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടി, അതായത് നമ്മുടെ ഇന്നർ സെൽഫിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രം ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്
റേക്കി അറ്റ്യൂട്ട്മെൻറ്റിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട്, ആകാശിക് റെക്കോർഡ് റീഡിങ്ങിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ആൻഡ് 6-ാം തീയതി തുടങ്ങാൻ പോകുന്ന ആകാശിക് റെക്കോർഡ് ക്ലാസ്സസിൻ്റെ ഡീറ്റെയിൽസിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഓം നമഃ ശിവായ.